ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയ കുറച്ച് പ്ലാന്റിനെ പരിചയപ്പെടുകയാണേ. പുതിയതല്ല, മുമ്പുള്ളത് തന്നെ. സിങ്കോണി എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. നല്ല ഭംഗിയുള്ള ലെമൺ കളറിൽ വൈറ്റ് വരുന്നതാണ്. നല്ല ഭംഗി, നല്ല ബുഷിയായിട്ട് നന്നായിട്ട് വളരുന്ന പ്ലാന്റാണ് ഇത് അതുപോലെ ഒരു വൈറ്റ്, ഒരു റോസ് കളർ, പിങ്കും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെയിൻറ്റ് കുടഞ്ഞത് കണക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കളറാണ് കയറി വരുന്നത്. നല്ല ഭംഗിയതും. നല്ല അടുത്തത് ഒരു പിങ്ക് കളറ്, നല്ല ഭംഗിയാണ്. നല്ല സ്ട്രോബെറി കളറ്. അതിൻ്റെ മുറ്റി പറഞ്ഞ ലീഫ് ഇങ്ങനത്തെ ഗ്രീനിലോട്ട് പോവും. ഈ വർണ്ണ തെളിരിന് നല്ല ഭംഗിയായിട്ടുള്ള കളർ വരും. ഇതെല്ലാം അതുപോലെ ഇതും ഒരു വൈറ്റും ഗ്രീനും ഒരു യെല്ലോയും ഒക്കെ കൂടെ കയറി വരുന്ന കളർ. നല്ല ഭംഗിയാണ് ഇതെല്ലാ പ്ലാന്റും നമുക്ക് പടർത്തി വിടാൻ പറ്റിയ ടൈപ്പാണ്. പടർത്തി നമുക്കൊരു സ്റ്റിക്കിൽ കയറ്റി അങ്ങനെ ഈ പ്ലാന്റ് വളർത്താം. നമുക്ക് ബുഷിയായിട്ടും ഈ പ്ലാന്റ് വളർത്തിയെടുക്കാം. ബുഷിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഇങ്ങനത്തെ കട്ടിങ് ഇങ്ങനെ വരും. ഇങ്ങനത്തെ കട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഈ പ്ലാന്റ് പടർന്നു പോകാതെ ബുഷിയായിട്ട് നിൽക്കും. നമുക്ക് പടർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സ്റ്റിക്കിൽ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. പടർന്ന് നല്ല ബുഷിയായിട്ട് നന്നായിട്ട് നിൽക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ചട്ടി നിറയെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ പോട്ടിങ്സും ഞാൻ നടുന്ന രീതിയൊക്കെ ആയിട്ടാണ് നമുക്കപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാന്റിന് ഇതെല്ലാം നല്ല തിങ്ങി നിറഞ്ഞ് നല്ല വലിയ ഇതായിട്ടിരിക്കണം. അപ്പോൾ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കാനുള്ള ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പോട്ടിലോട്ട് മാറ്റാം, വേറെ ഒന്നിലോട്ട് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിൽ നമുക്ക് കുറേ കരിയിലയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാൽ ഭാഗത്തോളം നമുക്ക് കരിയില നിറച്ച് കൊടുക്കുക. ഈ സിങ്കോണിയത്തിനൊക്കെ നല്ല വേര് ഓടിപ്പോണ നല്ല ഇതാണ്. അപ്പോഴിതിന് ഈ കരിയില ചെത്ത് പെട്ടെന്ന് ഇതിന് നല്ല വളമായി കിട്ടും. നമ്മളിപ്പോൾ കരിയില ഇടുന്നത് കൊണ്ട് നമുക്ക് പോട്ടി മിക്സ് കുറച്ച് നമുക്ക് ചേർത്താൽ മതി. ഇതിൽ നമ്മൾ 3/4 മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലോ. റൂട്ടൊക്കെ ഒന്ന് നല്ല ഇതാണ്. ഇതിന് നമുക്ക് ചുറ്റിനും മണ്ണിട്ട് കൊടുക്കാം. ഈ പ്ലാന്റ്സിന് ഒരുപാട് വെയിൽ വേണ്ട, എന്നാൽ ഇത്തിരി വെളിച്ചം കിട്ടുക വേണം. രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മതി. എന്നാലേ നല്ല ഇത്തിരി വെളിച്ചമൊക്കെ കിട്ടിയാലേ കളർ കയറി വരുള്ളൂ ലീഫിന്. പിന്നെ നമുക്ക് വളമായിട്ട് NPK നമുക്ക് ഇതിൻ്റെ ലീഫിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, NPK. പിന്നെ നമുക്ക് DAP അതും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വല്ലപ്പോഴും, എപ്പോഴൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല, വല്ലപ്പോഴും മാത്രമാണ് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഇടുമ്പോൾ നല്ല ചെടി നല്ല ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് നല്ല ബുഷിയായിട്ടും വരും. അപ്പം അങ്ങനെ ചെയ്യണം. വെള്ളം നിർബന്ധമില്ല, എന്നും വെള്ളം കൊടുക്കണമെന്നില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വെള്ളം കൊടുത്താലും മതി. വേറെ പുഴുശല്യമോ വേറെ ഒരു പ്രശ്നമോ ഒന്നും ഇല്ലാത്ത പ്ലാന്റാണ്. പക്ഷേ പൂക്കളെക്കാൾ നല്ല ഭംഗി. ഇതുപോലെ നമുക്ക് ബുഷിയായിട്ട് എല്ലാ കളർ ഇതുപോലെ 2-3 ചട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. ഇതുപോലത്തെ സിങ്കോണി ഇനി ഒരു 2-3 വെറൈറ്റി ഇനിയും എൻ്റെ കയ്യിലുണ്ട്. മിനിയേച്ചർ ടൈപ്പ് പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പം ഈ സിങ്കോണിയത്തിൽ ഇതിപ്പം 3-4 കളർ കാണിച്ച്. ഇതിലേതാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരുടെയൊക്കെ കയ്യിലുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കേ.